സദ്യയിലെ പ്രധാന വിഭവമായ മധുരപ്പച്ചടി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് മുന്തിരിയും ഒരു ഏത്തപ്പഴവും ഒരു പൈനാപ്പിളും എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൈനാപ്പിൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞെടുക്കാം. ഞാൻ എടുത്തു വെച്ചിരുന്ന പൈനാപ്പിൾ ഇതാ ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഏത്തപ്പഴം എടുത്ത് അതുകൂടി നമുക്ക് അരിയാം. അതും കുഞ്ഞു കുഞ്ഞായിട്ട് അരിയാം. ഇതുപോലെ ഏത്തപ്പഴം ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഞാനിത് വെക്കാനായിട്ടുള്ള ഉരുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം അരിഞ്ഞ പൈനാപ്പിൾ ഇടാം. ഇനി ഏത്തപ്പഴം അരിഞ്ഞതിടാം. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി ഇടാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അര കപ്പ് വെള്ളം ഒഴിക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടുപ്പിലേക്ക് വയ്ക്കാം. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അരപ്പ് തയ്യാറാക്കാനായിട്ട് നമ്മൾ പൈനാപ്പിൾ വേവുന്ന സമയം കൊണ്ട് നമുക്കിനി അരപ്പ് തയ്യാറാക്കാം. അതിനായി ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ടിടാം. ഒരു 3 പച്ചമുളക്, അല്പം കടുക്, 1 ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം. അതിനാവശ്യത്തിന് വേണ്ടുന്ന വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഇട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി അടിച്ചു വെച്ചിരിക്കുന്ന അരപ്പിടാം. അല്പം മിക്സി കഴുകി ആ വെള്ളം കൂടി ഇതിലോട്ട് ഒഴിക്കാം. ഒരുപാട് വെള്ളം പാടില്ല, നല്ല കട്ടിയായിട്ടാണ് ഇരിക്കേണ്ടത്. നമ്മൾ നല്ലതായിട്ട് അരപ്പൊന്ന് തിളയ്ക്കട്ടെ. ഇനി ഞാനൊരു 1/2 കപ്പ് നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നമുക്ക് ഉടച്ചെടുത്ത് ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. താളിക്കാനായിട്ട് നോക്കാം. ഞാനൊരു പാൻ അടുപ്പി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായതിന് ശേഷം കടുകിടാം. മുളകിടാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഉണക്ക മുളകിടാം. കറിവേപ്പില ഇടാം. നമ്മൾ എടുത്ത് വെച്ചിരുന്ന മുന്തിരിങ്ങ അതിലോട്ടിടാം.
നമ്മളെ സദ്യയിലെ ഏറ്റവും രുചികരമായ നല്ല സ്വീറ്റായ നമ്മളെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കേ, ബൈ ബൈ.